രചകൻ ഉളിയന്നൂർത്തച്ഛനും പിന്നെ. നമസ്കാരം. ആർദ്രാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പറയിപെറ്റ പന്തീരുകുലത്തിലെ ഏക സ്ത്രീ രത്നമാണ് കാരയ്ക്കലമ്മ. കാരയ്ക്കലമ്മയുടെ കഥയാണ് ഇന്നിവിടെ പറയുന്നത്. പറയിപെറ്റ പന്തീരുകുലത്തിലെ ഏക പെൺ സന്തതിയാണ് കാരയ്ക്കലമ്മ, അല്ലെങ്കിൽ കാരയ്ക്കൽ മാത എന്ന പേരിൽ പ്രസിദ്ധയായത്. കാരയ്ക്കലമ്മയെ കവളപ്പാറ സ്വരൂപത്തിലെ അന്നത്തെ കാരണവരായ കവളപ്പാറ മൂപ്പിൽ നായരാണ് എടുത്തു വളർത്തിയത് എന്നാണ് ഐതിഹ്യം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമലയിൽ കാരയ്ക്കലമ്മ ഒരു ക്ഷത്രിയ സ്ത്രീയാണെന്ന് സൂചന നൽകുന്നുണ്ട്. ശിവഭക്തയും സുന്ദരിയും സംഗീതജ്ഞയുമായിരുന്ന കാരയ്ക്കൽ മാത അസംതൃപ്തമായ കുടുംബജീവിതമായിരുന്നു നയിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. കാലക്രമത്തിൽ പൂർണ്ണമായും ഈശ്വര വിചാരത്തോടെ ജീവിതം നയിച്ച് മോക്ഷം പ്രാപിച്ചു എന്നാണ് കരുതുന്നത്. കാരയ്ക്കലമ്മ വഴി പന്തീരുകുലത്തിന്റെ പാരമ്പര്യം പേറുന്ന വള്ളുവനാടൻ രാജവംശം എന്ന നിലയിൽ കവളപ്പാറ കൊട്ടാരം ചരിത്രത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരയ്ക്കൽ മാത ഇവിടെ കവളപ്പാറ കൊട്ടാരത്തിൽ എടുത്തു വളർത്തിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ തമിഴ്നാട്ടിലാണ് എന്നുള്ളത് ഒരു കഥ കേട്ടിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളതൊന്ന് പറയാം. ശരിയാണ്. കാരയ്ക്കൽ മാത, കാരയ്ക്കൽ പറഞ്ഞൊരു സ്ഥലമുണ്ട് തമിഴ്നാട്ടില്. അവിടെ കുട്ടികളെ കടത്തി എല്ലാവരും അങ്ങനെയാണ് കടത്തുന്നത്. അങ്ങനെ ഈ കുട്ടി അവിടെ കടത്തിയിട്ട് ആ കുട്ടി അങ്ങനെ പുഴയിലേക്ക് ഒഴുകി വന്നു. അപ്പൊ പാച്ചപ്പുഴയിൽ ഇവിടെ വന്നപ്പോ ഇവിടുന്ന് വന്ന് കുട്ടികളെ ആ കുട്ടി എടുത്തിട്ട് കൊണ്ടേ കൊടുത്തപ്പോ പറഞ്ഞു, അമ്മ ഞാൻ തേജസ്സിലൊരു കുട്ടിയാണ്. അപ്പൊ ആ തേജസ് കണ്ടപ്പോ അമ്മാവന് അപ്പൊ അമ്മാവന് അങ്ങനെ ഏതോ ഒരു അമ്മ കൊണ്ട് വളർത്തുകയാണ്. അങ്ങനെയാണ് ഈ പരമ്പര കൊട്ടാരത്തിൽ വളർന്നത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ കേരളം എന്ന ചരിത്രകാവ്യത്തിൽ കണ്ണന്നൂർ അഥവാ തൃക്കടീരി പടനായകർ, കവളപ്പാറ നായർ, വീട്ടിക്കാട്ടു നായർ, നെടുങ്ങനേരി പടനായകർ എന്നീ വള്ളുവനാട് ഇടപ്രഭുക്കൾ കാരയ്ക്കലമ്മയുടെ വംശപരമ്പരകളാണെന്ന് കാണുന്നു. കാരയ്ക്കലമ്മയുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥ തമിഴ് വേരുകൾ ഉള്ളതാണ്. ആത്മീയതയുടെയും അത്ഭുതങ്ങളുടെയും പ്രഭാവലയം കൊണ്ട് ചരിത്രത്തിൽ ഇടം നേടിയ തമിഴ് ശൈവ സാഹിത്യത്തിലെ അനശ്വരമായ ഇതിഹാസമാണ് കാരയ്ക്കലമ്മ. ഭക്തിയുടെയും മാതൃത്വത്തിന്റെയും പരമോന്നത പീഠത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആ പുണ്യചരിത കാരയ്ക്കൽ ദേശത്ത് വളർന്നതുകൊണ്ടാണ് പിന്നീട് കാരയ്ക്കലമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചെറുപ്പം മുതലേ ലൗകിക സുഖങ്ങളെക്കാൾ ആത്മീയതയിലും ഈശ്വരചിന്തയിലുമായിരുന്നു അവൾക്ക് താല്പര്യം. യൗവനത്തിൽ അവൾ ഒരു വ്യാപാരിയുടെ പത്നിയായി ജീവിക്കുന്ന കാലത്ത് ആ അത്ഭുതം സംഭവിക്കുന്നത്. ഒരു ദിവസം ഭർത്താവ് കൊടുത്തയച്ച 2 മാമ്പഴങ്ങളിൽ ഒന്ന് വിശന്നു പൊരിഞ്ഞു വന്ന ഒരു സന്യാസിക്ക് കാരയ്ക്കലമ്മ ഭക്തിയോടെ ദാനം നൽകി. പിന്നീട് ഭക്ഷണത്തിനെത്തിയ ഭർത്താവിന് ബാക്കിയുണ്ടായിരുന്ന ഒരു മാമ്പഴം വിളമ്പി. അതിന്റെ അസാധാരണമായ രുചിയിൽ ഭ്രമിച്ചുപോയ ഭർത്താവ് 2ാമത്തെ മാമ്പഴം കൂടി ചോദിച്ചപ്പോൾ കാരയ്ക്കലമ്മ അകത്തുപോയി ഈശ്വരനെ ധ്യാനിച്ചു. പെട്ടെന്ന് അവരുടെ കൈകളിലേക്ക് ആകാശത്തു നിന്ന് ദിവ്യമായ മാമ്പഴം വന്നു വീണു. അതിന്റെ അമാനുഷികമായ രുചിയിൽ അത്ഭുതപ്പെട്ട ഭർത്താവ് സത്യമറിഞ്ഞ് ഞെട്ടിപ്പോയി. കാരയ്ക്കലമ്മ ഒരു സാധാരണ സ്ത്രീയല്ല, മറിച്ച് സാക്ഷാൽ ദേവി ചൈതന്യമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അവരെ ഭാര്യയായി കാണാൻ ഭയന്ന് ആ ബന്ധം ഉപേക്ഷിക്കുകയും ഭക്തിയോടെ മാറി നിൽക്കുകയും ചെയ്തു. അതോടെ ലൗകിക ജീവിതം പൂർണ്ണമായും ഉപേക്ഷിച്ച അവർ ഈശ്വരഭക്തിയിൽ മുഴുകി ജീവിച്ചു. തന്നെ ലൗകിക വിചാരങ്ങളിലൂടെ ആളുകൾ കാണാതിരിക്കാൻ ഒരു വൃദ്ധയുടെ രൂപം അവർ ചോദിച്ചു വാങ്ങി. ഭഗവാൻ ശിവൻ വസിക്കുന്ന പുണ്യഭൂമിയായ കൈലാസത്തിൽ സ്വന്തം കാൽപാദങ്ങൾ പതിപ്പിക്കുന്നത് പാപമാണെന്ന് വിശ്വസിച്ച അവർ കൈലാസ പർവ്വതം കയറിയത് തലകീഴായി കൈകൾ കുത്തിയായിരുന്നു. ഈ അത്യപൂർവ ഭക്തി കണ്ട് സാക്ഷാൽ പരമശിവൻ പോലും അവരെ അമ്മേ എന്ന് വിളിച്ച് ആദരിച്ചു. കാരയ്ക്കലമ്മ വെറുമൊരു ഭക്ത മാത്രമല്ല, മികച്ചൊരു കവയത്രി കൂടിയായിരുന്നു. ഇവർ രചിച്ചതായി കരുതുന്ന തമിഴ് സാഹിത്യത്തിലെ പ്രധാന ഭക്തികാവ്യങ്ങളായ തിരുവാലങ്കോട് മുത്ത തിരുപ്പതികം, അദ്ഭുത തിരുവന്താതി തുടങ്ങിയവ ഇന്നും പ്രസിദ്ധമാണ്. തന്റെ ആയുഷ്കാലം മുഴുവൻ ശിവഭക്തിയിൽ മുഴുകിയ കാരയ്ക്കലമ്മ ഒടുവിൽ തമിഴ്നാട്ടിലെ പ്രശസ്തമായ തിരുവാലങ്കോട് ശിവക്ഷേത്രത്തിൽ വെച്ചാണ് ഭഗവാനിൽ ലയിച്ചത്. അവരുടെ ഓർമ്മയ്ക്കായി ഇന്നും കാരയ്ക്കലിൽ
പ്രശസ്തമായ മാങ്കന്നി ഉത്സവം നടക്കുന്നുണ്ട്. ബാഹ്യ സൗന്ദര്യമല്ല, ആത്മീയ സൗന്ദര്യമാണ് പ്രധാനം എന്ന് തെളിയിച്ച കാരയ്ക്കലമ്മ ഇന്നും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ചരിത്രത്തിലെ ഒരു നക്ഷത്രമാണ്. പറയപ്പെട്ട പന്തേരുകുലത്തിലെ ഈ പുണ്യചരിതയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു എപ്പിസോഡിൽ വേറൊരു മഹത് വ്യക്തിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നായർ കാരയ്ക്കൽ മാതാ കേളുപ്പുകൂറ്റൻ പെരിയ തിരുവരങ്കത്തെഴും പാണനാരും നേരെ നാരായണ ഭ്രാന്തനുമുടൻ അകവൂർച്ചാത്തനും പാക്കനാരും